അപ്പോൾ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5ാമത്തേൽ തന്നെ റിലേഷൻസ് പലതും വരും. റിലേഷൻസ് 2-3 തന്നിട്ടുണ്ട്. അവിടെ സെറ്റ് ഒരേ തന്നെയാണ്. അപ്പോൾ റിലേഷൻസ് മാറുമ്പോൾ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്താണ്? ഇൻ ദ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം. പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ടൗണിൽ ഉള്ള മനുഷ്യരില്ലേ, അതാണ് അവരുടെ കളക്ഷനാണ് എന്ത് ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റത്തെ റിലേഷൻ എന്താ പറയുന്നത്? ഓർഡർഡ് പെയർ എക്സ് വൈ. അപ്പോൾ എക്സും വൈ ഒക്കെ എന്താണ്? എക്സും വൈ ഒക്കെ ഓരോ മനുഷ്യരാണ് അല്ലേ, ഹ്യൂമൻ ബീങ്സിൻ്റെ സെറ്റിലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സും വൈ ഒക്കെ എന്താ ഓരോ ആൾക്കാരാണ്. അപ്പോൾ ഓർഡർഡ് പെയർ എക്സ് വൈ റിലേഷനിൽ വരണം, അല്ലെങ്കിൽ എക്സ് എന്നുള്ള ഒരാൾ വൈയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഇവിടുത്തെ റിലേറ്റ് ചെയ്ത് കിടക്കാനുള്ള കണ്ടീഷൻ എന്താ? എക്സും വൈയും ഒരേ സ്ഥലത്താണ്, അറ്റ് സെയിം പ്ലേസ്, ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിഫ്ലക്സീവ് എങ്ങനെ ചെക്ക് ചെയ്യുക? റിഫ്ലക്സീവ് ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? ഓർഡർഡ് പെയർ എക്സ് എക്സ് അല്ലേ, എക്സ് എക്സ് ആറിലുണ്ടാവുമോ? ഒരാൾ തന്നെയാണ്, ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അല്ലേ. എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സും എക്സും ഒരേ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യണം. ഒരേ സ്ഥലത്ത് തന്നെയല്ലേ വർക്ക് ചെയ്യുക. കാരണം എന്താ? എക്സ് എന്ന് പറയുന്നത് അവിടെ ഒരാളുള്ളൂ അല്ലേ. അപ്പോൾ എക്സ് എക്സ് റിലേഷനിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആറ് എന്താണ്? റിഫ്ലക്സീവ് ആണ്. ആറ് റിഫ്ലക്സീവ് ആണ്. ഇനി സിമെട്രിക് ആവുമോ? സിമെട്രിക് ആവുമോ? എക്സ് വൈ ആറിലുണ്ട് നമ്മളെടുത്തു. എക്സ് വൈ ആറിലുണ്ട്, അതിനർത്ഥം എന്താ? എക്സും വൈയും സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? വൈ ആൻഡ് എക്സ് വർക്ക് അറ്റ് സെയിം പ്ലേസ് അല്ലേ. എക്സും വൈയും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാലും, വൈയും എക്സും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? വൈ എക്സ് ആറിലുണ്ട് എന്ന് എഴുതാം. അപ്പോൾ അതിനർത്ഥം എന്താ? എക്സ് വൈ ആറിലുണ്ടെന്ന് എടുത്തു, അപ്പോൾ വൈ എക്സ് ആറിലുണ്ട്. അതിനർത്ഥം എന്താ? ആറ് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം 2 പേരെടുക്കും, അവർ ആറിലുണ്ടെന്ന് എടുക്കും. എന്നിട്ട് രണ്ടാമത്തെ ആളെ വെച്ച് തുടങ്ങണ വേറൊരു സെറ്റ് എടുക്കും. അപ്പോൾ അതും ആറിലുണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? എന്താ കിട്ടുമെന്ന് നോക്കാം അല്ലേ. എക്സും വൈ ആറിലുണ്ടെങ്കിൽ എന്താ? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ആൻഡ് വൈ സെറ്റും ആറിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? വൈ ആൻഡ് സെറ്റ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. അപ്പോൾ എക്സും വൈയും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, വൈയും സെഡും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വൈയും സെഡൊക്കെ ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എക്സും സെഡും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതിൽ നിന്ന് എന്ത് എഴുതാം? ഓർഡർഡ് പെയർ എക്സ് സെഡ് ആറിലുണ്ട് എന്ന് എഴുതാം. അപ്പോൾ ഓർഡർഡ് പെയർ എക്സ് വൈ ആറിലുണ്ട്, വൈ സെഡ് ആറിലുണ്ട്. നമുക്ക് എന്ത് കിട്ടി? എക്സ് സെഡ് ആറിലുണ്ട് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എന്താണ്? ആറ് ട്രാൻസിറ്റീവ് ആണ്. ഇനി അടുത്തത് റിലേഷൻ എന്താ തന്നിട്ടുള്ളത്? ഓർഡർഡ് പെയർ എക്സ് വൈ ആറിൽ വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? എക്സും വൈയും ഒരേ ലൊക്കാലിറ്റി, ഒരേ സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ, അത് താമസിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എക്സ് എക്സ് എടുത്താലേ ഷുവർ അല്ലേ അത് ആറ് തന്നെ റിലേഷനിൽ തന്നെ ഉണ്ടാവും. കാരണം എക്സ് എന്നുള്ള ആൾ ഒരേ ആൾ തന്നെയാണ്, അവർ ഒരേ സെയിം ലൊക്കാലിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അത് എക്സും ഷുവറായിട്ട് എന്തിൽ വരും? ആറിൽ വരും. അപ്പോൾ എന്താ? ആറ് റിഫ്ലക്സീവ് ആണ്. ആറ് റിഫ്ലക്സീവ് ആണ്. ഇനി സിമെട്രിക് ആവുമോ? സിമെട്രിക് ആവുമോ? സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്? എക്സ് വൈ നമ്മൾ ആറിലുണ്ടെന്ന് എടുത്താൽ അതിൻ്റെ തിരിച്ചുള്ളതും ആറിലുണ്ടാവണം എന്നാണ് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ. അപ്പോൾ എക്സ് വൈ ആറിലുണ്ടെന്ന് എടുത്താൽ അതിനർത്ഥം എന്താ? എക്സും വൈയും ലീവ് അറ്റ് സെയിം ലൊക്കാലിറ്റി, ഒരേ ലൊക്കാലിറ്റിയിലാണ് എന്താ താമസിക്കണത് അല്ലേ. അപ്പോൾ എക്സും വൈയും ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? വൈയും എക്സും ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കണമെന്ന് പറയാമല്ലോ. വൈയും എക്സും ഒരേ ലൊക്കാലിറ്റിയിലാണ് താമസിക്കണമെങ്കിൽ ഓർഡർഡ് പെയർ വൈ എക്സ് എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും അല്ലേ. അപ്പോൾ ദെർഫോർ ആർ ഈസ് സിമെട്രിക്. ആറ് സിമെട്രിക് ആണോ എന്ന് കിട്ടിയില്ലേ. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്തെടുക്കണം? എക്സ് വൈ ആറിലുണ്ട്, വൈ സെഡ് ആറിലുണ്ട് എന്ന് എടുക്കുക. അപ്പോൾ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എന്താ? എക്സും വൈയും ലീവ് അറ്റ് സെയിം ലൊക്കാലിറ്റി അല്ലേ. പിന്നെ വൈ സെഡ് ആറിലുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? വൈ ആൻഡ് സെഡ് ലീവ് അറ്റ് സെയിം ലൊക്കാലിറ്റി.
അപ്പോൾ എക്സും വൈയും ഒരേ സ്ഥലത്ത് താമസിക്കണേ, വൈയും സെഡും ഒരേ സ്ഥലത്ത് താമസിക്കണമെന്ന് പറഞ്ഞാൽ എന്താ, എക്സും വൈയും സെഡും ഒക്കെ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലേ, ലീവ് അറ്റ് സെയിം ലൊക്കാലിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, എക്സും സെഡും ഒരേ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതിനർത്ഥം എന്താ, ഓർഡേഡ് പെയർ എക്സ് സെഡ് ആറിലുണ്ട്. ദെർഫോർ ആറ് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടിയില്ലേ. അങ്ങനെ കിട്ടിയത് എക്സ് വൈ ആറിലുണ്ട് എന്നെടുത്തു, വൈ സെഡ് ആറിലുണ്ട് എന്നെടുത്തു, നമുക്ക് കിട്ടി എക്സ് സെഡ് ആറിലുണ്ട്. അതന്നെയല്ലേ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആറ് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത റിലേഷൻ, ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ആറിൽ വരാനുള്ള കണ്ടീഷൻ എന്താ, എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ, എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ. അപ്പോൾ റിഫ്ലക്സീവ് നമുക്ക് ചെക്ക് ചെയ്യാം, റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഓർഡേഡ് പെയർ എക്സ് എക്സ് ആറിലുണ്ടാവണം അല്ലേ. ഓർഡേഡ് പെയർ എക്സ് എക്സ് ആറിലുണ്ടാവോ, ഉണ്ടാവില്ല. കാരണം എന്താ, ആറിലുണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ, ഒരാൾ എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ വൈഫാണ്. അപ്പോൾ വൈ ഹസ്ബൻഡും എക്സ് വൈഫാണ് അല്ലേ. ഇവിടെ എക്സ് എക്സ് നിർത്താൽ എന്താ, രണ്ടാൾക്കാർ ഒരാൾ തന്നെ അല്ലേ. അപ്പോൾ ഒരാൾ ഒരാളുടെ വൈഫ് തന്നെ ആവും. അപ്പോൾ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ആറ് റിഫ്ലക്സീവ് അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്, റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ, സിമെട്രിക് ആവോ, എക്സ് വൈ ആറിലുണ്ട്. അതിനർത്ഥം എന്താ, എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ അല്ലേ. അപ്പം എന്താ, വൈ ഈസ് എ ഹസ്ബൻഡ് ആവും. എക്സ് വൈൻ്റെ വൈഫാണെങ്കിൽ വൈ ഹസ്ബൻഡ് അല്ലേ ആവുക. വൈ ഹസ്ബൻഡ് ഓഫ് എക്സ് ആണ്. വൈ ഹസ്ബൻഡ് ഓഫ് എക്സ് ആയി കഴിഞ്ഞാൽ വൈ എക്സ് ആറിൽ വരുമോ, ഇല്ല. എക്സ് വൈ ആറിൽ വരണമെന്ന് എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ. അപ്പോൾ വൈ എക്സ് ആറിൽ വരണമെങ്കിൽ വൈ ഈസ് എ വൈഫ് ഓഫ് എക്സ് എന്ന് വരണം. വൈ ഈസ് ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ വൈ എക്സ് എവിടെ വരില്ല, ആറിൽ വരില്ല. ദെർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക്. ആർ എന്തല്ല, സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആവോ, ട്രാൻസിറ്റീവ് ആവോ, ട്രാൻസിറ്റീവ് ആവാൻ നമ്മൾ എന്താ കണ്ടീഷൻ എടുക്കുക, എക്സ് വൈ ആറിലുണ്ട്. എക്സ് വൈ ആറിലുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ. പിന്നെ വൈ സെഡ് ആറിലുണ്ട് എന്ന് പറയാൻ പറ്റുമോ, എക്സ് ഈസ് എ വൈഫ് ഓഫ് വൈ ആണ്. അപ്പോൾ വൈ എന്തായി, ഹസ്ബൻഡായി, മെയിലായി അല്ലേ. പിന്നെ ഇപ്പുറത്തെടുക്കുമ്പോൾ വൈ സെഡ് ആറിലുണ്ടാണെങ്കിൽ എന്താ, വൈ ഈസ് എ വൈഫ് ഓഫ് സെഡ്. അത് പോസിബിൾ ആവുമോ, വൈ ഹസ്ബൻഡാണ്, അപ്പോൾ മെയിലാണ്. അപ്പോൾ വൈ ഇവിടെ വൈഫ് ആവാൻ പറ്റുമോ, അപ്പോൾ ഇല്ല. അപ്പോൾ വൈ സെഡ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റില്ല, വൈ സെഡ് എക്സ് വൈ ആറിലുണ്ട് എന്ന് എടുത്താലും വൈ സെറ്റ് നമുക്ക് ആറിലെടുക്കാൻ കിട്ടുന്നില്ല അല്ലേ. ഇത് രണ്ടും ആറിലുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടുള്ളൂ, എക്സ് സെറ്റ് ആറിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, വൈ സെറ്റേ ആറിലില്ല. അപ്പോൾ നമുക്ക് എടുക്കേണ്ട എക്സ് വൈ ആറിലുണ്ട്, വൈ സെറ്റ് ആറിലുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടുള്ളൂ, എക്സ് സെറ്റ് ആറിലുണ്ട് എന്ന്. പക്ഷെ നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടോ, ഇല്ല. എക്സ് വൈ ആറിലുണ്ട്, പക്ഷെ വൈ സെറ്റ് ആറിലേ ഇല്ല. വൈ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനേ കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താണ്, ആർ ഈസ് ട്രാൻസിറ്റീവ്. ആറ് നമുക്ക് എന്തെന്ന് പറയാം, ട്രാൻസിറ്റീവ്. ഇങ്ങനെ ഇവിടെ എടുക്കാനുണ്ടെങ്കിലാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടുള്ളത്. ഇവിടെ അങ്ങനെ എടുക്കാൻ തന്നെ ഇല്ല. അപ്പം എന്തെന്ന് പറയാം, ആറ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ. അപ്പോൾ എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ എന്താ, നമുക്ക് ഇതേപോലെ ചെയ്യാം അല്ലേ. ഓർഡേഡ് പെയർ എക്സ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈസ് എ ഫാദർ ഓഫ് എക്സ് ആവുമോ, അപ്പോൾ അതില്ല. അപ്പോൾ റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഓർഡേഡ് പെയർ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ അല്ലേ. അപ്പോൾ വൈ എന്ന് പറയുന്നത് സണ്ണോ അല്ലെങ്കിൽ ഡോട്ടറോ ആയിരിക്കും എക്സിൻ്റെ. അപ്പോൾ വൈ എക്സ് ആറിൽ വരുമോ, ഇല്ല. അപ്പോൾ ആറ് സിമെട്രിക് അല്ല. ഇനി എക്സ് വൈ ആറിലുണ്ട്, വൈ സെഡ് ആറിലുണ്ട് എന്ന് പറയാൻ പറ്റുമോ, എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എന്താണ് മീനിങ്, എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ. അപ്പോൾ എക്സ് ഫാദറും വൈ കുട്ടിയാണ് അല്ലേ. പിന്നെ വൈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈസ് എ ഫാദർ ഓഫ് സെറ്റ്. വൈ അച്ഛനും സെഡ് കുട്ടിയാണ്. അപ്പം അങ്ങനെ പറയാമല്ലോ നമുക്ക്, എക്സ് എന്ന് പറയുന്നത് വൈയുടെ അച്ഛനാണ്, വൈ എന്ന് പറയുന്നത് സെറ്റിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ പറയാലോ. അപ്പം എക്സ് എന്ന് പറയുന്നത്, അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് സെറ്റ് ആറിലുണ്ടായിരിക്കണം. അപ്പം എക്സ് അത് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. എക്സ് വൈ ആറിലുണ്ട്, വൈ സെറ്റ് ആറിലുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താ, എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ ആൻഡ് വൈ ഈസ് എ ഫാദർ ഓഫ് സെറ്റ് അല്ലേ. എക്സിൻ്റെ കുട്ടിയാണ് വൈ, വൈയുടെ കുട്ടിയാണ് സെറ്റ്. അപ്പോൾ എക്സ് ആരായിരിക്കും, സെറ്റിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും എക്സ് അല്ലേ. എക്സ് ഫാദർ ആയതുകൊണ്ട് സെഡിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും എക്സ്. അപ്പോൾ ഒരിക്കലും എക്സ് ഈസ് എ ഫാദർ ഓഫ്
സെഡ് എന്ന് പറയാൻ പറ്റുമോ? ഫാദർ ഓഫ് സെഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് പോസിബിൾ അല്ല. കാരണം എന്താണ്? എക്സ് ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ എന്താ? അപ്പോൾ അതിനർത്ഥം എന്താ? ഓർഡേഡ് പെയർ എക്സ് സെഡ് ആറിൽ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ആറ് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ അത് മനസ്സിലായോ? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 1.1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.